അപ്പോൾ ഈ ഒരു ഗ്രാസ് കട്ട് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഞാനിടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബ്ലേഡ് നിർമ്മിച്ചെടുക്കാം. ബ്ലേഡ് നിർമ്മിച്ചെടുക്കുന്നത് ഇത് കണക്ക് സ്ക്വയർ പ്ലേറ്റിലാണ്. ഈ സ്ക്വയർ പ്ലേറ്റിൽ ഞാൻ ഇത് കണക്ക് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കോട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ വിട്ടെടുത്തിട്ടുണ്ട്. ഈ ഹോളിൻ്റെ അളവെന്ന് വെച്ചാൽ കറക്റ്റ് ഗ്രൈൻഡിങ് മെഷീനകത്ത് വീഴുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിനി ഇത് കണക്ക് 3 നട്ട് ബോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ നട്ട് ബോൾട്ട് 3 നമുക്ക് കണ്ട് ഇത് കണക്ക് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ നട്ട് 3 ഇതേ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെൽഡിങ്ങിന് അത്ര വലിയ രസമില്ല, എന്നാലും നല്ല സ്ട്രോങ് ആയിട്ടിരുന്നാൽ മതി. ഇനി ഞാൻ ഇത് കണക്ക് 3 കമ്പിയുടെ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. പട്ട പീസാണ് ഇതെല്ലാം. ഇതൊരു ചെറിയ തിക്നെസ് കുറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ ഹോൾട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ 3 കമ്പിയുടെ അറ്റത്ത് ഓരോ ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ 3 കമ്പിയുടെ ഓരോ സൈഡ് നമുക്ക് അല്പം ഷാർപ്പാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3 കമ്പി നമ്മൾ ഒരു പോണക്ക് വാത്തിലടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു റിങ്ങയിലോട്ട് നമുക്ക് ഈ ഒരു 3 ബ്ലേഡ് ഇട്ട് കൊടുക്കാം. ഈ ബ്ലേഡ് ഇടുന്നത് മെഷീൻ കറങ്ങുന്നത് വലത്തോട്ടാണ്. അപ്പോൾ വലത്തോട്ട് ഡയറക്ഷൻ വരുന്ന രീതി വേണം ഇടാനായിട്ട്. അതായത് ഇങ്ങനെ വേണം ഇടാനായിട്ട്. കണ്ടില്ലേ, വലത്തോട്ട് ഇറങ്ങുമ്പം ഈ ഷാർപ്പുള്ള ഭാഗം വല സൈഡിൽ നിൽക്കണം. അങ്ങനെ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ വേണം നിൽക്കാനായിട്ട്. അത് വലത്തോട്ട് ഇറങ്ങുമ്പോൾ വലത്തെ സൈഡ് മാത്രമേ ഈ ബ്ലേഡിൻ്റെ വാത്തിലെ വരത്തുള്ളൂ. ഇനി നമുക്കിത് 3 ഓരോ നട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 നട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഈ നട്ട് നമ്മൾ ഫുള്ള് ടൈറ്റായിട്ടല്ല ടൈറ്റ് ചെയ്തേക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഇതിന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ടൈറ്റ് എടുത്തേക്കുന്നത്. ഇത് 3 അങ്ങനെ തന്നെയാണ് ടൈറ്റ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് പ്ലേ ഉണ്ട്. ഇനി നമുക്ക് ഈ 3 നട്ടിൻ്റെ അധികം വന്നേക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ നട്ട് ഊരിപ്പോയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി ജസ്റ്റ് സ്പോട്ട് കൊടുത്ത് വെക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു ബ്ലേഡ് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലേഡിൻ്റെ നീളം ശകലം കുറച്ചിട്ടുണ്ട്. ഒത്തിരി നീളത്തിന് സമയത്ത് ആ മെഷീനിൽ പോയി തട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നീളം കുറച്ചെടുത്തിട്ടുണ്ട് 3-ൻ്റെ. അതുകൊണ്ട് തന്നെ പുറകിൽ ഞാൻ ഇതുകൊണ്ട് ഒരു സ്റ്റോപ്പർ 3-നും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പരിധിക്കപ്പുറം ബ്ലേഡ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റോപ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേലത്തെ ബ്ലേഡൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളാരും വീട്ടിൽ അനുകരിക്കുകയും ചെയ്യരുത്. ഇനി ഞാൻ ഈ മെഷീൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അതിന് ഞാൻ ഇതേലത്തെ പട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇച്ചിരി കട്ടി കൂടി പട്ടയാണ്. അപ്പോൾ ഈ പട്ടയിനെ നമുക്ക് ആവശ്യമനുസരിച്ച് മുറിച്ചെടുക്കാം. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീസ് നമുക്ക് കണ്ടേ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഇതുവരെ ഒരു നട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിലത്തെ 2 കമ്പി ഒരേ നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ഞാൻ ഇതുകൊണ്ട് 2 വെട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടയർ കയറി കിടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണ് ടയർ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം. എന്തായാലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫ്രെയിമിലോട്ട് ഇതൂടെ വെൽഡ് ചെയ്ത് കൊടുക്കാം. കമ്പി ഇതിൻ്റെ ഇങ്ങേ അറ്റത്തും അങ്ങേ അറ്റത്തായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് കറക്റ്റ് നേരെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ 2 കമ്പിയും നമ്മൾ ഇതുകൊണ്ട് വെൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറയിലിട്ട് നമുക്ക് അടുത്തൊരു കമ്പിയോട് ഇതുകൊണ്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആദ്യം ചെയ്തെടുത്ത കമ്പിയിൽ കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഒരു കമ്പിയുടെ നീളം കുറച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ കമ്പി ഇതുകൊണ്ട് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു നട്ട് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറയിലായിട്ട് ഇതുകൊണ്ട് ഒരു യു ക്ലാമ്പുൾ ഇതുകൊണ്ട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു യു ക്ലാമ്പ് ഇതിലോട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു കമ്പി ഇത് ഞാൻ ഹാൻഡിലിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതൂടെ വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. അത് നമുക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്രെയിമിലോട്ട് നമ്മൾ ആ കമ്പിയുടെ വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടയർ ഇട്ട് കൊടുക്കാം. ഈ ടൈപ്പ് ടയറാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ടയർ ഞാൻ ആക്രിക്കടയിൽ നിന്ന് എടുത്താണ്. ഇത് നമ്മുടെ ഫ്രെയിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു നട്ട് ബോൾട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു നട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഓവറായി ടൈറ്റ് ചെയ്തത് ഒന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത നട്ടോട് ഇട്ട് കൊടുക്കാം. മുറുകിയിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിലൊരു ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊരു PVC ബോക്സിനകത്ത് ഒരു സ്വിച്ചും സോക്കറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വയർ കണക്ഷൻ കൊടുത്തിട്ടേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെളിയിൽ നിന്ന് ഒരു സപ്ലൈ കിട്ടാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ടൊരു പിന്നോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു PVC ബോക്സിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ ഹാൻഡിൽ കൈ പിടിക്കുന്ന രീതി ഇച്ചിരി സ്ഥലം ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പഴയ കണക്കന്നെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രൈൻഡിങ് മെഷീനോടെ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മെഷീൻ്റെ വയർ നമുക്ക് ഇതിനകത്തോടെ കയറ്റി കൊടുക്കാം. ഇനി ചെറിയ മെഷീനോട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മെഷീൻ നല്ലതായിട്ട് ഈ ഫ്രെയിം ഉറച്ചിരിക്കാൻ വേണ്ടി ഇതിലത്തെ 2 നട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി ഈ മെഷീൻ്റെ കേബിൾ നമുക്ക് പകുതി വെച്ച് കേബിൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ കേബിൾ ടൈറ്റ് വയർ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരു സോക്കറ്റിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മെഷീൻ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടൊരു മെഷീനാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സംഭവമൊക്കെ കൊള്ളാം, സൂപ്പർ. പക്ഷേ ഇങ്ങനൊരു മെഷീൻ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അത് കണ്ടില്ലേ, മെഷീൻ മൊത്തം അഴുക്കാണ്, ഇപ്പം നനഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറച്ചേരം ഓടിച്ചേരുന്ന മെഷീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനെ, അതുകൊണ്ട് ഞാൻ അങ്ങ് ഓടി നിർത്തി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ബ്ലേഡ് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. അതിന് വരെ നമ്മുടെ സാധാരണ ഈ കട്ടി ഓടി എന്തെങ്കിലും വയർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.